ഉണ്ടാക്കാൻ പോകുന്നത്. ഹെൽത്തി എന്നൊക്കെ പറയും. ഇതിന് ഞാൻ പേരിട്ടേക്കുന്നത് ക്രഞ്ചി എഗ് പോക്കറ്റ് സാൻഡ്വിച്ച്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതിന് വേണ്ടത് ബ്രൗൺ ബ്രെഡ്, മുട്ട, ബട്ടർ, മയണൈസ്, ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഇത്രയും സംഭവങ്ങൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 സ്ലൈസ് ബ്രെഡാട്ടോ എടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൻ്റെ നടുക്ക് ഭാഗം നമ്മൾ വേണ്ടി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗം മാറ്റി വെച്ചേക്കണം. പിന്നെ യൂസ്ഫുൾ ആവുന്നത് അതൊക്കെ കഴിച്ചേക്കില്ല. ഇനി പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ആക്കണം. അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് വെച്ച് ഒരു സൈഡ് മാത്രം ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് കൊടുക്കണം, മറിച്ചിടണം. ഇപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ആ നടുവ് കട്ട് ചെയ്തിട്ട് വെക്കണം. ആ ഗ്യാപ്പിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും പിന്നെ ഇച്ചിരി മുളക് പൊടിയും കൂടെ നന്നായിട്ട് വിതറി കൊടുക്കണം. ഇനി നേരത്തെ മാറ്റി വെച്ച ചെറിയ കഷ്ണം ബ്രെഡ് പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മയണൈസും ടൊമാറ്റോ സോസും നമുക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എത്രയാണ് ഇഷ്ടം അതിനനുസരിച്ച് ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ശേഷം തക്കാളി, ഉള്ളിയും ചേർക്കാം. വേറെ വെജിറ്റബിൾസ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഇനി അവസാനത്തെ ബ്രെഡ് മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി സാവധാനം മറിച്ചിടുക. ആ കളർ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ബട്ടർ അതിന് ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കണം. കാരണം താഴത്തെ ഭാഗം ഒന്ന് ടോസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഈ സൗണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ക്രഞ്ചി എഗ് പോക്കറ്റ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാം കേട്ടോ. കണ്ട ആ ക്രിസ്പി സൗണ്ട് വന്നത്. ഇനി ഇത് ചൂടോടെ കഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് വന്ന് പറയണം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.